മുൻ MLAയും പ്രമുഖ വ്യവസായിയുമായ PV അൻവറിന്റെ മലപ്പുറം ഓദയിലെ വീട്ടിലും അദ്ദേഹത്തിന്റെ അടുത്ത സഹായിയുടെ വസതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ മിന്നൽ പരിശോധനകൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു ഭൂമിയുടെ രേഖകൾ ഉപയോഗിച്ച് ഒന്നിലധികം ബാങ്കുകളിൽ നിന്ന് വായ്പകൾ കൈപ്പറ്റി എന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഈ നിർണായകമായ നീക്കം. ഇത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും കേരളത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. PV അൻവറിനെതിരായ കേസിന്റെ അടിസ്ഥാനം ഒരേ വസ്തുവിന്റെ രേഖകൾ ഉപയോഗിച്ച് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വൻ തുകയുടെ വായ്പകൾ നേടിയെടുത്തു എന്ന പരാതിയിലാണ്. 2015 കാലഘട്ടത്തിൽ അൻവറും അദ്ദേഹത്തിന്റെ സഹായിയും ചേർന്ന് ഏകദേശം 12 കോടി രൂപയുടെ വായ്പകൾ ഇത്തരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളതായിട്ടാണ് പ്രാഥമിക വിവരം. സാമ്പത്തിക തട്ടിപ്പുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, അനധികൃത ധനസമ്പാദനം എന്നിവ സംബന്ധിച്ചാണ് ED പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. രാവിലെ തുടങ്ങിയ ED റെയ്ഡ് അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് നടപ്പിലാക്കിയത്. ED ഉദ്യോഗസ്ഥരുടെ സംഘം വളരെ നേരത്തെ തന്നെ മലപ്പുറം ഓദയിലെ അൻവറിന്റെ വസതിയിൽ എത്തുകയും അതീവ സുരക്ഷയിൽ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തു. റെയ്ഡ് നടക്കുന്ന വേളയിൽ വീടിന് പുറത്ത് മാധ്യമപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും വലിയൊരു സംഘം തടിച്ചുകൂടിയിരുന്നു. എന്നാൽ പരിശോധനയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു പോകാതിരിക്കാൻ ED ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പുലർത്തി. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വസ്തു ഇടപാട് രേഖകൾ, ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച സൂചനകൾ എന്നിവ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ED പരിശോധന നടത്തിയത്. അൻവറിന്റെയും സഹായിയുടെയും സാമ്പത്തിക സ്രോതസ്സുകൾ, വരുമാനം, വായ്പകൾ എടുത്തതിനു ശേഷമുള്ള പണത്തിന്റെ വിനിയോഗം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ പരിശോധനയാണ് ED നടത്തുന്നത്. വായ്പയായി ലഭിച്ച പണം മറ്റ് ബിസിനസ് സംരംഭങ്ങളിലേക്കോ വിദേശത്തേക്കോ വഴിതിരിച്ചു വിട്ടോ എന്നും ED പരിശോധിക്കുന്നുണ്ട്. ED റെയ്ഡിന് ഒരാഴ്ച മുമ്പ് തന്നെ ഇതേ സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ സംസ്ഥാന വിജിലൻസും അന്വേഷണവും ആരംഭിച്ചിരുന്നു എന്നതും ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മുൻപ് ഒരു തവണ വിജിലൻസ് ഉദ്യോഗസ്ഥർ അൻവറിന്റെ സ്ഥാപനങ്ങളിലും വീടുകളിലും പരിശോധന നടത്തിയിരുന്നു. ഇതോടെ സംസ്ഥാന ഏജൻസിയും കേന്ദ്ര ഏജൻസിയും ഒരേ സമയം ഒരേ കേസിൽ അന്വേഷണം നടത്തുന്നു എന്ന സവിശേഷ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം ക്രിമിനൽ കേസുകളുടെ സാധ്യതയും തട്ടിപ്പിന്റെ വ്യാപ്തിയുമാണ് പ്രധാനമായും പരിശോധിക്കുന്നതെങ്കിൽ ED കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ചുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ രണ്ട് അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകൾ പരസ്പരം കൈമാറാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. PV അൻവർ രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി കേരളത്തിലെ ഒരു പ്രമുഖ ബിസിനസ് സംരംഭകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലോ പങ്കാളിത്തത്തിലോ ഉള്ള നിരവധി സംരംഭങ്ങൾ സംസ്ഥാനത്തുടനീളമുണ്ട്. റിസോർട്ടുകൾ, ജലവൈദ്യുത പദ്ധതികൾ, ട്രഷറുകൾ, മറ്റ് റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ബിസിനസ് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളും നിക്ഷേപകരെ കുറിച്ചുള്ള വിവരങ്ങളും സംശയത്തിന്റെ നിഴലിലാണ്. വായ്പ എടുത്ത പണം ഈ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടാണോ വിനിയോഗിച്ചത്, അതോ മറ്റേതെങ്കിലും നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്കായി വകമാറ്റിയോ എന്നും ED അന്വേഷിക്കുന്നുണ്ട്. ഒരു വസ്തുവിന്റെ രേഖകൾ വെച്ച് ഒന്നിലധികം വായ്പകൾ നേടിയെടുക്കുന്ന പ്രവണത ധനകാര്യ സ്ഥാപനങ്ങളുടെ ജാഗ്രതാക്കുറവിനെയും സംശയത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഏതെല്ലാം ബാങ്കുകളിൽ നിന്നാണ് ഈ വായ്പകൾ എടുത്തതെന്നും ഈ തട്ടിപ്പിന് ബാങ്കിലെ ഉദ്യോഗസ്ഥർ സഹായം നൽകിയിട്ടുണ്ടോ എന്നും ഉള്ള കാര്യങ്ങളും ED വിശദമായി അന്വേഷിക്കും. ED റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നതും. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുകയും അൻവറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ സത്യമുണ്ടെന്ന് തെളിഞ്ഞാൽ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം അൻവറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷി ED റെയ്ഡിനെ കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ പകപോക്കലായി ചിത്രീകരിക്കാനും സാധ്യതയുണ്ട്. അന്വേഷണത്തിനൊടുവിൽ ED കേസ് രജിസ്റ്റർ ചെയ്താൽ അൻവറിന്റെയും സഹായിയുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനും ഏജൻസികൾക്ക് കഴിയും. ഇത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക നിലയെയും പൊതുജീവിതത്തെയും സാരമായി ബാധിക്കും. വിജിലൻസിന്റെ അന്വേഷണത്തിൽ ക്രിമിനൽ ഗൂഢാലോചന തെളിഞ്ഞാൽ നിയമ നടപടികൾ കൂടുതൽ കടുപ്പമുള്ളതാവുകയും ചെയ്യും. PV അൻവറിന്റെ വീട്ടിൽ നടന്ന ED റെയ്ഡ് കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിക്കാനും കൂടുതൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനും സാധ്യതയുണ്ട്. രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ സ്വീകരിക്കുന്ന ശക്തമായ നടപടികളുടെ സൂചന കൂടിയാണ് ഈ മിന്നൽ പരിശോധനകൾ. കേസിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളത്തിലെ ചില പ്രമുഖരുടെ സാമ്പത്തിക ഇടപാടുകളുടെ നിഗൂഢതകൾ മറനീക്കി പുറത്തു വന്നേക്കാം.